ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില കറിയുടെ റെസിപ്പിയാണ്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഈ മുരിങ്ങയിലയൊക്കെ ഉതിർത്തെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 3 പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതുപോലെ 2ആയി മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഉപയോഗിച്ചാൽ മതിയാവും. ഈ കറിക്ക് ചെറിയുള്ളി ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. എനിക്കിവിടെ ചെറിയുള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ സവാള ഉപയോഗിച്ചത്. ഒരു സവാളയുടെ പകുതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചെറിയ പീസ് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി കറി ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇവിടെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. ഇവിടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയെടുത്ത മുരിങ്ങയിലയാണ്, ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് വേണം മുരിങ്ങയിലയൊക്കെ നല്ലപോലെ കുക്കാവാൻ. അധിക സമയമൊന്നും വേണ്ട, മുരിങ്ങയിലയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളിതിൽ തേങ്ങ ചേർത്താൽ അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇവിടെ മുരിങ്ങയിലയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഞാനിവിടെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കറി നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.